ഒരുപാട് രക്ഷിതാക്കൾ പരാതിയുമായി വരുന്നു, പരാതികൾ കമൻ്റായി എഴുതുന്നു, ഫോണിൽ വിളിച്ചു പറയുന്നു, നേരിട്ട് കണ്ട് പറയുന്നു, മക്കൾ നന്നാവുന്നില്ല, അവരുടെ സ്വഭാവം മോശമാണ്, അവൾക്ക് ഓർമ്മശക്തിയില്ല ഉസ്താദെ, അവരുടെ വിവാഹം ശരിയാകുന്നില്ല, അവൻ ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയി ഉസ്താദെ, അവൻ കഞ്ചാവിന് അടിമയാണ് ഉസ്താദെ. ഇങ്ങനെ ഒരുപാട് മക്കളെപ്പറ്റി പരാതികൾ പറയുന്ന, മക്കളെപ്പറ്റി വിഷമിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ നമുക്കിടയിലുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങൾ, ഈ 6 കാര്യങ്ങൾ നമ്മുടെയും അവരുടെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ ഇൻഷാ അല്ലാഹ് ഏത് പടുകുഴിയിൽ വീണുപോയ മക്കളാണെങ്കിലും അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് നൽകും. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് വിശദമായി ഈ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. ലോക്ക്ഡൗണിൻ്റെ കാലത്തിന് ശേഷം നമ്മുടെ മക്കളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഫോൺ അഡിക്ഷൻ. എപ്പോഴും എന്തിനും ഇങ്ങനെ ഫോണിൽ തോണ്ടുന്ന ഇന്നത്തെ യുവതലമുറ. ഒരുപാട് രക്ഷിതാക്കൾ പറയുന്നു, ഉസ്താദെ എൻ്റെ മോള് അവൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോണുമായിട്ട് റൂമിൽ കയറി വാതിലടച്ച് ഫോൺ അഡിക്ഷനാണ്, എപ്പോൾ നോക്കിയാലും ഫോണിൽ തന്നെയാണ്, അവൾക്ക് കണ്ണ് മഞ്ഞളിച്ചു പോകുന്നു, അവൾക്ക് മറവി കൂടുകയാണ് ഫോണിൻ്റെ ഉപയോഗം കാരണം. എന്താണൊരു വഴി? ഞങ്ങൾ ഒരുപാട് ചികിത്സിച്ചു. എന്താണ് അവൾക്ക് വേണ്ടി ചെയ്യാനുള്ളത്? ഒരു ആത്മീയമായ മരുന്ന് പറഞ്ഞു തരട്ടെ. എന്താണതെന്ന് ഈ വീഡിയോയിൽ കേൾക്കാം. പല രക്ഷിതാക്കളും മക്കളെ ശപിക്കുന്നവരാണ്. എന്തെങ്കിലും ചെറിയൊരു കുരുത്തക്കേട് കാണിച്ചാൽ തന്നെ നീ നശിച്ചു പോയടാ, എടാ പണ്ടാരമടങ്ങാൻ, നിനക്ക് ബോധമില്ലേ, നീ പിശാചാണോ ശൈത്താനാണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മക്കളെ ഒരുപാട് ശപിക്കുന്ന, വേണ്ടാത്തരങ്ങൾ പറയുന്ന, മോശം വർത്തമാനം പറയുന്ന ഉപ്പയും ഉമ്മയും നമുക്കിടയിൽ പല ആളുകളുമുണ്ട്. അവരൊന്നറിയാൻ വേണ്ടി ഒരു കാര്യം അള്ളാന്റെ റസൂൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തെന്നറിയോ? മക്കൾ നന്നാവാൻ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ കുടുംബാദികൾക്കെല്ലാം അല്ലാഹു തആല സ്വർഗ്ഗം പ്രദാനിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ അല്ലാഹു ബറക്കത്തും സലാമത്തും ഉയർച്ചയും പഠനത്തിൽ മികവും നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന നല്ല മക്കളായി അല്ലാഹു തആല നമ്മുടെ മക്കളെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ മരിച്ച് നമ്മളൊക്കെ ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ തുടക്കം ഈ ഒരു ദുആ ചെയ്തല്ലോ. ഈ ദുആയിൽ പറയപ്പെട്ട കാര്യം തന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മക്കൾ ഒരുപാട് പേര്, നിങ്ങൾ ഈ ഒരു വീഡിയോകൾക്ക് താഴെ, ഇന്നലത്തെ വീഡിയോകൾക്കൊക്കെ താഴെ വെറുതെ ആ കമൻറ്റുകളൊന്ന് വായിച്ചു നോക്കിയാൽ എത്രയോ ആളുകളാണ്, ഉസ്താദേ മകൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, അവന് ഭയങ്കര വാശിയാണ്, അല്ലെങ്കിൽ മോള് അവൾ ഭയങ്കര ഫോൺ അഡിക്ഷനാണ്, എപ്പോഴും ഫോണിൽ തന്നെ കുത്തിയിരിക്കുകയാണ്, അതുപോലെ തന്നെ പഠിച്ചിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മക്കളുടെ വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ മക്കൾ വിദേശത്തേക്ക് പോവാൻ, മോന് വിദേശത്താണ്, ജോലി ശരിയായിട്ടില്ല, അതുപോലെ തന്നെ കഞ്ചാവിനടിമയാണ്, കള്ളുകുടിയാണ്, മോശപ്പെട്ട കൂട്ടുകെട്ട, ഇങ്ങനെ ഒരുപാട് മക്കളുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ പറയുന്ന, പ്രതിസന്ധികൾ പറയുന്ന, പരാതികൾ പറയുന്ന ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കേണ്ട, മക്കൾ നേരായ വഴിയിലേക്ക് വരാനുള്ള 6 എളുപ്പ വഴികളാണ് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. എളുപ്പ വഴിയാണെന്നും കേട്ട് ഇത് പെട്ടെന്ന് എന്തോ പറയുന്ന ദിക്റുകളാണ് അല്ലെങ്കിൽ സ്വലാത്തുകളാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഈ പറയുന്ന കാര്യങ്ങൾ എളുപ്പ വഴിയാണ്. പക്ഷേ ആ എളുപ്പ വഴി ഒന്ന് നമ്മൾ നേടിയെടുക്കാൻ, അത് നമ്മുടെ മക്കളുടെ മുന്നിൽ ഒന്ന് പ്രയോഗിക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടാകും. എന്നാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളൊക്കെ എല്ലാ തരത്തിലുള്ള മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി അള്ളാഹുവിനെ അനുസരിക്കുന്ന, അതുപോലെ നമ്മളെ അനുസരിക്കുന്ന നല്ല മക്കളായി മാറും ഇൻഷാ അല്ലാഹ്. അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള 6 വഴികളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി പറയട്ടെ, നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. അത് ആണാവട്ടെ പെണ്ണാവട്ടെ. മക്കളെ ഏറ്റവും കൂടുതൽ നമ്മൾ തർബിയത്ത് ചെയ്യേണ്ടത്, മക്കളെ ഏറ്റവും കൂടുതൽ ലാളിക്കാതെ എന്നാൽ കൂടുതൽ ദേഷ്യപ്പെടാതെ ഒരു മിതമായ രൂപത്തിൽ കൊണ്ടുപോവേണ്ട ഒരു പ്രായം എന്ന് പറഞ്ഞാൽ 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയാണ്. ഒന്നാമത്തെ കാര്യമാണ് മക്കളോട് മാതാപിതാക്കൾ എങ്ങനെ പെരുമാറണം, അവരുടെ സ്വഭാവം എങ്ങനെ നന്നാക്കണം എന്നതിനുള്ള ഏത് കൗൺസിലിങ്ങിന് പോയാലും അവിടുത്തെ ഡോക്ടർമാരും കൗൺസിലിംഗ് നടത്തുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യം, 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള പ്രായം അത് കുട്ടികളിൽ അതിശ്രേഷ്ഠമായ, അതായത് വളരെ പവർഫുള്ളായ ഒരു സമയമാണ്. ആ സമയത്ത് പിടിച്ചില്ല എങ്കിൽ പിന്നെ വഴികെട്ടു പോകുമെന്നാണ്.
ആ സമയത്ത് നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് എല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നൊരു സമയമാണ് 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള. ഉമ്മ എന്ത് ചെയ്യുന്നു, വാപ്പ എന്ത് ചെയ്യുന്നു, ഉമ്മ എന്ത് പറയുന്നു, വാപ്പ എന്ത് പറയുന്നു, അതുപോലെ തന്നെ മറ്റു കൂട്ടുകാരിൽ നിന്നും അവരുടെ സ്വഭാവമൊക്കെ സ്വായത്തമാക്കുന്ന, വേഗത്തിൽ ക്യാച്ച് ചെയ്യുന്നൊരു സമയമാണ് 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ. ഈ സമയത്ത് മാതാപിതാക്കളായ നമ്മുടെ പൂർണ്ണ ശ്രദ്ധ നമ്മുടെ മക്കളിൽ ഉണ്ടാവണം. പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ തെറ്റ് ചെയ്യുമ്പോൾ അത് കർക്കശമായി അടിച്ച് പിച്ചുകൊടുത്ത് അങ്ങനെയല്ല മാറ്റേണ്ടത്. അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ മൈൻഡ് ചെയ്യാതെയും പോവരുത്. രണ്ടിൻ്റെയും നടുവിലായിരിക്കണം ഓരോ രക്ഷിതാക്കൾ. ഞാനും ഒരു രക്ഷിതാവാണ്, എനിക്കൊരു മോനുണ്ട്. അപ്പോൾ എൻ്റെ മകൻ തെറ്റ് ചെയ്യുമ്പോൾ അവനെ അടിച്ച് ബഹളം വെച്ച് നീ എന്തിനാണാ ചെയ്തത്, നീ മേലെ ചെയ്തു പോയത് എന്നൊക്കെ പറഞ്ഞ് അടിച്ചടിച്ച് അങ്ങനെയല്ല നന്നാക്കേണ്ടത്. എന്നാൽ തീരെ അവനെന്തെങ്കിലും ചെയ്യട്ടെ, അങ്ങനെയുമല്ല. രണ്ടിൻ്റെയും നടുവിലാണ്. ആ രൂപത്തിലായിരിക്കണം അവരെ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടത്. അതോടൊപ്പം തന്നെ അവരെന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അവരെ പുകഴ്ത്താനും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ കുട്ടി സ്കൂളിൽ നല്ല പാട്ടുപാടി, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങി, ഓരോ ദിവസവും ചിലപ്പോൾ ടീച്ചർമാർ അതുപോലെ തന്നെ സാറന്മാർ വന്നിട്ട് ടെസ്റ്റ് പേപ്പർ ഇടും, അല്ലെങ്കിൽ എന്തെങ്കിലും പടം വരക്കാൻ പറയും. അപ്പോൾ പടം വരക്കുമ്പോഴൊക്കെ നല്ല രൂപത്തിൽ നമ്മുടെ മക്കൾ ചെയ്താൽ നമ്മുടെ ഭാഗത്ത് നിന്നൊരു പുകഴ്ത്തലുണ്ടാകും. ആ ഉഷാറായല്ലോ, വാപ്പിയുടെ മകൻ അങ്ങനെ വരച്ചു അല്ലേ, അല്ലെങ്കിൽ ഉമ്മിയുടെ മോൾ അങ്ങനെ തന്നെ വരച്ചു, മാഷാ അല്ലാ എന്ന് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഒരു അഭിനന്ദനം, ഒരു നല്ല വാക്ക് കേൾക്കാൻ നമ്മുടെ കുട്ടികൾ കൊതിക്കുമെന്നാണ്. പക്ഷെ പലപ്പോഴും രക്ഷിതാക്കൾ ചിന്തിക്കാറുണ്ട്, ദേ വാപ്പിച്ച് ഞാൻ വരച്ചത് കണ്ടോ, ആ കൊള്ളാം, അങ്ങനെ പറഞ്ഞു പോകുന്നവരുണ്ട്. ഉമ്മയാണെങ്കിൽ ആ കൊള്ളാം, നല്ല രസമുണ്ട്, നീ മാർക്കേ, എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് അവരെന്തോ ഒരു നല്ല കാര്യം പ്രതീക്ഷിച്ചു വരുമ്പോൾ ഒന്നും ഇല്ലാതാക്കി കളയുന്ന ചില രക്ഷിതാക്കളുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. അവരുടെ കാഴ്ചപ്പാടിൽ അവർക്കത് വലുതാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ അത് ചെറുതാണെങ്കിലും അവരുടെ കാഴ്ചപ്പാടിൽ അവർക്ക് കിട്ടുന്ന എല്ലാ നേട്ടങ്ങളും അവർക്ക് വലുതാണ്. അപ്പോൾ അത് നമ്മൾ വലുതായി കണ്ട് അവരെ പുകഴ്ത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമിതമായി ശാസിക്കരുത്. അത് കുട്ടികൾ ഒന്നുകൂടി വഴികെട്ട് പോവാനേ സാധ്യതയുണ്ടാവുള്ളൂ. അമിതമായി ശാസിക്കരുത്, അമിതമായി ലാളിക്കുകയും ചെയ്യരുത്. മക്കൾ എന്ത് ചോദിച്ചാൽ ഉമ്മിച്ച് തരാട്ടോ, അതേ വാപ്പിച്ച് തരാട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്ത് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം, അത് മോശപ്പെട്ടതാണ്. കാരണം 15 വയസ്സ് കഴിഞ്ഞാലും അവർക്ക് പിന്നെ ആ വാപ്പിച്ച് വാങ്ങിച്ചു ഉമ്മിച്ച് വാങ്ങിച്ചു തരും എന്നൊരു ചിന്ത വരും. ഇനി ആ സമയത്ത് നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ല എങ്കിൽ അവർ അക്രമാസക്തരാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അവരിപ്പോൾ സ്കൂളിൽ പോകുന്നു. നമ്മുടെ 6 വയസ്സായ മോൻ, ആ 7 വയസ്സായ മകൻ, അല്ലെങ്കിൽ 15 വയസ്സായ മോനൊക്കെ നമ്മുടെ സ്കൂളിലേക്ക് പോകുമ്പോൾ വാപ്പിച്ചിക്കൊരു ഉമ്മ തന്നിട്ട് പോടാ, ഉമ്മച്ചിക്കൊരു ഉമ്മ തന്നിട്ട് പോടാ എന്ന് പറയണം. ആ ഒരു സമയത്ത് എൻ്റെ വാപ്പിയും എൻ്റെ ഉമ്മയും എൻ്റെ കൂടെ ഉണ്ട്, ആ ഒരു തോന്നൽ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണമെന്നാണ്. എൻ്റെ വാപ്പിച്ച് എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ വാപ്പിച്ച് അതെല്ലാം ക്ലിയർ ആക്കി തരും, എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ ഉമ്മച്ചിയോട് പറയാം. പെൺമക്കളാകുമ്പോൾ ഉമ്മയോട് പറയേണ്ട കാര്യങ്ങൾ ഉണ്ടാകും. അത് തുറന്ന് മക്കൾക്ക് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മളായിട്ട് കൊടുക്കണമെന്നാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ കൊടുക്കുക. പിന്നെ വാശിക്കാരായ കുട്ടികളുണ്ടാകും. ചെറിയ കുട്ടികൾക്ക് വാശിക്കാരായ കുട്ടികളുണ്ടാകും. ഇപ്പോൾ എനിക്ക് ആ മിഠായി തന്നെ വേണം, എനിക്ക് ലേസ് തന്നെ വേണം, എനിക്ക് മിഠായി വേണ്ട, എനിക്ക് ഐസ്ക്രീം തന്നെ മതി എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന കുട്ടികളുണ്ടാകും. അവരോട് നമ്മൾ ആ സമയത്ത് ദേഷ്യപ്പെട്ട് നിനക്ക് ഐസ്ക്രീം വേണ്ടടാ, നിനക്ക് മിഠായി തന്നെ മതിയടാ, നീ എന്ത് ചെയ്യൂടാ, കാണട്ടടാ, അതായത് ഒരു ശത്രുവിനോട് പറയുന്ന ആ ഒരു സമീപനം പാടില്ല. ചെറിയ കുട്ടികളാകുമ്പോൾ അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം. എങ്ങനെ പെരുമാറണം? അവർ ദേഷ്യവും വാശിയൊക്കെ കാണിച്ച് ചിലപ്പോൾ നിലത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുണ്ടിട്ട് കരയുന്ന ഒരു സമയമാണെങ്കിൽ ഒന്നാമത് മൈൻഡ് ചെയ്യരുത്. അപ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് മതിയാകുമ്പോൾ അവർ തന്നെ വന്നോളും. പിന്നെ അങ്ങനെ അവർ വാശി പിടിച്ച് കരയുന്ന സമയത്ത് അവർക്കിഷ്ടമുള്ള മറ്റൊരു കാര്യമുണ്ടാകുമല്ലോ, അത് നമ്മൾ പോയി ചെയ്യണമെന്നാണ്. ഇപ്പം നമ്മുടെ ഒരു 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടി ഇങ്ങനെ കിടന്ന് അലറിക്കരയുകയാണ്. അവനിക്ക് മിഠായി വേണം, അവനിക്ക് ഐസ്ക്രീം വേണം, അവനിക്ക് സിപ്പപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുകയാണ്. അവനിക്ക് പല്ലിൽ പുഴുവാൻ, അത് വാങ്ങിച്ചു കൊടുത്താൽ പല്ലിൽ പുഴു ഉണ്ടാകും, പല്ല് കേടാകും. അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവനിക്ക് ഇഷ്ടമുള്ള ഫുട്ബോൾ കളിയുണ്ട്, അല്ലെങ്കിൽ അവനിക്ക് ഇഷ്ടമുള്ള ഒരു സൈക്കിൾ അവിടെ ഇരിപ്പുണ്ട്, നമ്മൾ എന്ത് ചെയ്യുക, ആ സൈക്കിളിൻ്റെ അടുത്ത് പോയിട്ട് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടുക. അല്ലെങ്കിൽ അവനിക്ക് ഡ്രോയിങ് ഇഷ്ടമാണ്, പടം വരക്കാൻ ഇഷ്ടം, നമ്മൾ എന്ത് ചെയ്യുക, അവൻ്റെ പടം വര ബുക്ക് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരച്ചുകൊണ്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ അവൻ തനിയെ വന്നോളൂ. ഇത് സൈക്കോളജിയാണ്. അവൻ തനിയെ വന്നോളും. അല്ലാതെ നമ്മൾ നിനക്ക് മിഠായി വാങ്ങിച്ചു തരൂല്ലടാ, നീ എന്ത് ചെയ്യുന്നു, കാണട്ടടാ, നീ കരയടാ എന്നൊക്കെ പറഞ്ഞാൽ അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർ കരച്ചിൽ കൂട്ടുകയേ ഉള്ളൂ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ദേഷ്യവും വാശിയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്കത് പൂർണ്ണമായി വിശദമായിട്ട് പറയാം. ഇനി എൻ്റെ ഉപ്പമാരെ കേട്ടോ, വിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഹദീസൊക്കെ നമ്മൾ ഒരുപാട് പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഒരുപാട് ദുആകൾ കാണാം.
ഒരുപാട് സൂറത്തുകൾ കാണാം. രണ്ടാമതായി നമ്മുടെ മക്കളുടെ വാശിയും ഫോൺ അഡിക്ഷനൊക്കെ ഉണ്ടാകും, പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരു അവസ്ഥ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ മക്കളുടെ സ്വഭാവമൊക്കെ നന്നാവാൻ 21 ദിവസം, നമ്മുടെ മക്കളുടെ സ്വഭാവം നന്നാവാൻ 21 ദിവസം, മറന്നുപോകല്ലേ, 21 ദിവസം ചെയ്തിട്ട് മാറ്റമില്ല എങ്കിൽ ഒന്നുകൂടി കൂട്ടുക, 41 ദിവസം. 21 ദിവസം അല്ലെങ്കിൽ 41 ദിവസം തുടർച്ചയായി നമ്മൾ ഇനി ഉമ്മമാര് ഈ പറയുന്ന കാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഒരു ആത്മീയമായ മരുന്നാണ്. ഒരു ഗ്ലാസ് വെള്ളം, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് സൂറത്ത് ആലി ഇമ്രാനിന്റെ 36-ാമത്തെ ആയത്തുണ്ട്. ആ 36-ാമത്തെ ആയത്ത് പൂർണ്ണമായും ഓതണമെന്നില്ല. ആ 36-ാമത്തെ ആയത്തിന്റെ അവസാനത്തെ ഒരു വാചകമുണ്ട്. ഞാനത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഏതാണത്? വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഒന്നുകൂടി ഓതാം. വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഈ ഒരു ആയത്ത് 3 പ്രാവശ്യം ഓതണം. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ആയത്ത് 3 പ്രാവശ്യം ഓതുക. അത് കഴിഞ്ഞ് സൂറത്തുൽ ഫത്ഹിന്റെ അവസാനത്തെ ആയത്തുണ്ടല്ലോ, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫത്ഹിന്റെ അവസാനത്തെ ആയത്ത്, അത് 7 പ്രാവശ്യം ഓതണം. അത് 7 പ്രാവശ്യം ഓതണം. മൂന്നാമതായി ചെയ്യേണ്ടത് യാ ഹാദി യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ് എന്ന് 55 പ്രാവശ്യം. 55 പ്രാവശ്യം. നാലാമതായി ചെയ്യേണ്ടത് സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ഈ സൂറത്തുൽ ഖദർ 3 പ്രാവശ്യം ഓതണം. അത് കഴിഞ്ഞു അഞ്ചാമതായി ചെയ്യേണ്ടത് അലം നശ്റഹ് സൂറത്ത് നമ്മൾ അറിയാം. അലം നശ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്ന സൂറത്ത്, അത് 1 പ്രാവശ്യം. ഈ 5 കാര്യങ്ങൾ നമ്മൾ ഓതിയിട്ട് ഇശ്ഫി എന്ന് പറഞ്ഞ് ആ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു പാത്രം വെള്ളത്തിലേക്ക് നമ്മൾ ഊതുക, നമ്മൾ മന്ത്രിക്കുക. എന്നിട്ടോ ആ വെള്ളം നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് കുടിക്കാനായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ വെള്ളം ഒഴിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. കറിയിലാണെങ്കിൽ കറിയിൽ ഒഴിച്ചാലും മതിയാകുന്നതാണ്. നമ്മുടെ മക്കളുടെ ദുസ്വഭാവങ്ങൾ മാറാൻ, അവരുടെ വാശി മാറാൻ, അവരുടെ പ്രയാസങ്ങൾ മാറാൻ ഈ കാര്യം നമുക്ക് ഉപകരിക്കും. ആത്മീയമായ മരുന്നാണ് ഇവിടെ പറഞ്ഞത്. ഒന്നുകൂടി പറയാം. സൂറത്തു ആലി ഇമ്രാനിന്റെ 36-ാമത്തെ ആയത്തിന്റെ അവസാനത്തെ വാക്ക് അത് 3 പ്രാവശ്യം ഓതുക. സൂറത്തുൽ ഫത്ഹിന്റെ അവസാനത്തെ ആയത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ആയത്ത് അത് 7 പ്രാവശ്യം ഓതുക. അതുപോലെ തന്നെ യാ ഹാദി യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ് എന്ന് 55 പ്രാവശ്യം ഓതുക. അതുപോലെ തന്നെ സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, അത് 3 പ്രാവശ്യം ഓതുക. അതുപോലെ തന്നെ അഞ്ചാമതായി ചെയ്യേണ്ടത് അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത് 1 പ്രാവശ്യം ഓതുക. എന്നിട്ട് 21 ദിവസം തുടർച്ചയായി ഉമ്മമാരെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഓതി ഒരു പാത്രത്തിലേക്ക് ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് അത് കുടിക്കാനായി ചായയായി വെള്ളമായി മറ്റ് സാധനങ്ങളായി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളുടെ എല്ലാ പ്രതിസന്ധികളും അവരുടെ എല്ലാ മോശപ്പെട്ട സ്വഭാവവും മാറുന്നതാണ്. കഞ്ചാവിന് അടിമപ്പെട്ട മക്കളുണ്ടാകും. അതിൽ നിന്നും രക്ഷ കിട്ടാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ കേൾക്കണേ. 2 കാര്യം പറഞ്ഞു. ഒന്ന്, മക്കളെ എങ്ങനെ വളർത്തണമെന്നുള്ള സൈക്കോളജിക്കലായ ചില കാര്യങ്ങൾ പറഞ്ഞു ഒന്നാമതായി. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് ആത്മീയമായ മന്ത്രിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇനി മൂന്നാമതായി പറയാനുള്ളത് മാതാപിതാക്കളോടാണ്. നമ്മൾ നന്നാവണം എങ്കിൽ നമ്മുടെ മക്കളും നന്നാവും. നമ്മളൊന്ന് നന്നായി കിട്ടിയാൽ, നമ്മളൊന്ന് നന്നായി മാറിയാൽ നമ്മുടെ മക്കളും നന്നാവും. നമ്മൾ നിസ്കരിക്കുന്നവരായാൽ, നമ്മൾ ഖുർആൻ ഓതുന്നവരായാൽ, നമ്മൾ ദിക്ർ പറയുന്നവരായാൽ നമ്മളെ കണ്ടല്ലേ നമ്മുടെ മക്കൾ പഠിക്കുക എന്നാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു കഴിക്കുക. അത് നമ്മുടെ മക്കൾ കാണും, കേൾക്കും. അപ്പോൾ അവരും ചൊല്ലാൻ ശ്രമിക്കും. നമ്മൾ തുമ്മുന്ന സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറയുക, അത് നമ്മുടെ മക്കൾ കേൾക്കും, നമ്മുടെ മക്കൾ പഠിക്കും. അതുപോലെ വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ, കാറിൽ ഇങ്ങനെ പോകുമ്പോൾ, കാറിൽ കയറി ഡോർ അടക്കുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ അത് നമ്മൾ പറയുക. ആ വാഹനത്തിൽ കയറുമ്പോൾ ദുആ പറയുക. അപ്പം എന്ത് ചെയ്യും? മക്കൾ അത് കണ്ടുപഠിക്കും. ഇങ്ങനെ നമ്മുടെ മക്കൾ നമ്മളെ നിരീക്ഷിക്കുകയാണ്. നമ്മുടെ മക്കൾ നമ്മളെ നിരീക്ഷിക്കുക. വാപ്പിച്ച് നിസ്കരിക്കുന്നുണ്ടോ? വാപ്പിച്ച് ഖുർആൻ ഓതുന്നുണ്ടോ? വാപ്പിച്ച് ഉമ്മയോട് എങ്ങനെയാ പെരുമാറുന്നത്? ഉമ്മ വാപ്പയോട് എങ്ങനെയാ പെരുമാറുന്നത്? ഇങ്ങനെ മാതാപിതാക്കൾ നിരീക്ഷിക്കുകയാണ് മക്കൾ. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ മക്കളും വളരുക. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമതായി നമ്മളായിരിക്കണം നമ്മുടെ മക്കളുടെ റോൾ മോഡൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നന്നാവുക.
ഇനി നാലാമതായി ചെയ്യാനുള്ളത് അവരെ ദീൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ദീൻ പഠിപ്പിക്കുക, മദ്രസകളിലേക്ക് പറഞ്ഞു വിടുക, അല്ലെങ്കിൽ ഓൺലൈനായി പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. അറ്റ്ലീസ്റ്റ് ഒരു യാസീൻ സൂറത്തെങ്കിലും ഓതാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണേ. ഇല്ലെങ്കിൽ പറ്റുന്നത് നാളെ ആഖിറത്തിലേക്ക് വരുമ്പോൾ നീ എന്താണ് നിസ്കരിക്കാതിരുന്നത്, ഖുർആൻ ഓതാതിരുന്നതെന്ന് നമ്മുടെ മക്കളോട് അള്ളാഹു ചോദിക്കുമ്പോൾ, അള്ളാഹുവേ പടച്ചവനെ, എൻ്റെ ഉമ്മ എൻ്റെ ബാപ്പ എന്നെ ഖുർആൻ തൊടിയിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല, അവരെന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മുടെ മക്കൾ പറഞ്ഞാൽ അത് നമ്മൾ തിരിഞ്ഞു കൊത്തലായിരിക്കും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം, താരതമ്യം ചെയ്യരുത് കേട്ടോ. എടാ നീ എന്തൊട്ട് പൊട്ടനാ, നീ എന്തൊട്ട് മണ്ടനാ, നീ എന്തിനാ പഠിക്കാൻ പോകണത്? അപ്പുറത്തെ കുട്ടിയെ നോക്കി, അവൾക്ക് ഫുൾ A+ ആണ്, അവൾക്ക് ഫുൾ A+ ആണ് കേട്ടോ. അവൾ ഓട്ടത്തിന് ജയിച്ചു, ഓട്ട മത്സരത്തിന് ജയിച്ചു, ചാട്ട മത്സരത്തിന് ജയിച്ചു, നീ എന്ത് തേങ്ങയാ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ മക്കളോട് ചൂടാകുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. നമ്മുടെ മക്കൾ ചിലപ്പോൾ അല്പം ബുദ്ധി കുറഞ്ഞവരാവാം. ആ ബുദ്ധി കുറഞ്ഞവരാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ, പഠിത്തത്തേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന മറ്റു കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ഒരുപക്ഷെ സാധിച്ചേക്കാം. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തുള്ള എല്ലാ എഞ്ചിനീയർമാരും, എല്ലാ ഡോക്ടർമാരും, അതുപോലെ തന്നെ എല്ലാ ബുദ്ധിജീവികളും SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങിച്ച ആളുകളാണോ? അല്ലല്ലോ. നമ്മുടെ SSLC പരീക്ഷ പോലും എഴുതാത്ത എത്രയോ ആളുകൾ ജീവിക്കുന്നു. ഞാൻ പരീക്ഷ എഴുതണ്ടെന്നോ അല്ലെങ്കിൽ പഠിക്കേണ്ടെന്നോ അല്ല പറഞ്ഞത്. മാർക്കല്ല നമ്മുടെ മക്കളുടെ ജീവിതം നിർണ്ണയിക്കുന്നത്. ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇനിയോ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഉമ്മമാരെ നിങ്ങളാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും നമ്മുടെ മക്കളെ ശപിക്കാൻ പാടില്ല. ഒരിക്കലും നമ്മുടെ മക്കളെ ശപിക്കാൻ പാടില്ല. നീ നന്നാകൂലടാ, പ്രാക്ക്, അല്ലെ, ഒടുക്കത്തവൻ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ശൈത്താൻ, പിശാച്, ഇബ്ലീസ്, പണ്ടാരടങ്ങാൻ, ബോധമില്ലാത്തവൻ എന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ മക്കളെ പറ്റി. അങ്ങനെ പറയില്ല കേട്ടോ. മാതാപിതാക്കളായ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അത് നമ്മുടെ മക്കളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്ര കുരുത്തക്കേട് കാണിച്ചാലും എടാ നല്ലവനെ എന്നങ്ങോട്ട് വിളിച്ചേക്കുക, സ്വാലിഹായ മോനെ എന്ന് വിളിച്ചേക്കുക. ദേഷ്യം മനസ്സിലുണ്ടെങ്കിലും ആ ദേഷ്യത്തോടു കൂടി എടാ സ്വാലിഹായ മോനെ എന്നങ്ങോട്ട് വിളിച്ചേക്കുക. അപ്പോൾ അള്ളാഹു തആല ആ ദുആ സ്വീകരിച്ച് ഒരുപക്ഷെ നന്നാക്കി തരും നമ്മുടെ മക്കളെ. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, മോശമായിട്ട് ദ്വാരക്കരുത്. നന്നാവാൻ ദ്വാരക്കണം. കഞ്ചാവിന് അടിമപ്പെട്ട മോനാണെങ്കിലും അവനെതിരെ ദുആ ചെയ്യരുത്. റബ്ബേ എൻ്റെ മകൻ മോശത്തരത്തിലേക്ക് പോവാണെന്ന് ആത്മാർത്ഥമായി നെഞ്ചുപൊട്ടിയൊരു ഉമ്മയും വാപ്പയും ദ്വാരെന്നാൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുമെന്നാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യേണ്ട ദുആയാണ്. അതുപോലെ തന്നെ മറ്റൊരു ദുആയാണ് റബ്ബി ഹബിലീ മിനസ് സ്വാലിഹീൻ, റബ്ബി ഹബിലീ മിനസ് സ്വാലിഹീൻ. ആ ദുആയി നമ്മൾ അധികരിപ്പിക്കണേ. കാരണം മക്കൾക്ക് വേണ്ടി ദ്വാരക്കുന്ന ദുആ അള്ളാഹു സ്വീകരിക്കും. എത്രയോ ചരിത്രങ്ങളുണ്ട്. മഹാനായ ഇമാം ബുഖാരി, അല്ലെ, ലോകം അറിയപ്പെട്ട സ്വഹീഹുൽ ബുഖാരി എഴുതിയ അതിൻ്റെ ഗ്രന്ഥ രചയിതാവാൻ മഹാനായ ഇമാം ബുഖാരി തങ്ങൾ ജനിച്ച സമയത്ത് കണ്ണിന് കാഴ്ചയില്ലാത്തവരായിട്ടാണ് ജനിച്ചത്. പക്ഷേ മഹാനവരുടെ ഉമ്മ ഇങ്ങനെ ദ്വാരുന്നു, റബ്ബേ എൻ്റെ മകനെ നീ പരീക്ഷിക്കല്ലേ അല്ലാ, അവൻ്റെ കണ്ണിന് നീ കാഴ്ച കൊടുക്കണേ എന്ന് ഇമാം ബുഖാരിയുടെ ഉമ്മയുടെ ദുആ കൊണ്ടാണ് മഹാനവർക്ക് കണ്ണിൻ്റെ കാഴ്ച കിട്ടിയതെന്ന് ചരിത്രത്തിൽ കാണാം. അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളെപ്പോഴും ദുആരക്കണം. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അതൊരു ദുആയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അത് മറ്റൊരു ദുആയാണ്. പിന്നെയോ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ മക്കൾ നന്നാവുന്നില്ലെങ്കിൽ അതിന് കാരണക്കാര് നമ്മൾ തന്നെ. കാരണം മക്കൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം അത് ഹലാലായ ഭക്ഷണമായിരിക്കണേ. ലോട്ടറി എടുത്ത പൈസയാണ്, പലിശക്കെടുത്ത പൈസയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പൈസ കട്ട് മോഷ്ടിച്ചതാണ്, അല്ലെങ്കിൽ ചതിച്ച് സമ്പാദിച്ചതാണ്. ഇങ്ങനെയുള്ള പൈസ കൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് വാങ്ങിച്ചു കൊടുത്താലും അതിനുശേഷം എത്ര തന്നെ മക്കൾ നന്നാവാൻ ദുആരെന്നാലും അള്ളാഹു ആ ദുആ സ്വീകരിക്കില്ല. അതുകൊണ്ട് മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഭവനവും അത് ഹലാലാവണേ ഉമ്മ, അത് ഹലാലാവണേ വാപ്പാ, പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പൊ 6 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് ഏത് വഴികെട്ട് പോയ മക്കളും ഏത് കഞ്ചാവിനടിമപ്പെട്ട മക്കളും ഇൻഷാ അല്ലാഹ് അവർ നമ്മുടെ അധീനതയിൽ നമ്മുടെ കീഴിൽ വരുന്നതാണ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹായ സന്താനങ്ങളാക്കി തരണേ അല്ലാ. ആൺമക്കളെ പെൺമക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാതെ
വിഷമിക്കുന്നവരുണ്ട്. ഖൈറായ മക്കൾ നീ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയത്ത് നിറച്ചു നൽകണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പ്രത്യേകം ദ്വാരക്കുക. ഒരുപാട് പേര് കമന്റായി ദുആവസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് നാളെ കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.